ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ +1 ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ ഫൈനലി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്രിക്കടയല്ല എൻ്റെ സ്റ്റഡി ടേബിളാണ്. ഓരോ എക്സാമും കഴിയുമ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ ഇതുപോലെ ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡി ടേബിൾ ഒന്ന് അടിച്ച് പറക്കി വൃത്തിയാക്കി വെക്കാൻ പോവാണ്. 1 2 ഗൈസ് എപ്പോൾ പൊടി അടിച്ചാലും ഞാൻ ഇങ്ങനെ തുമ്മി ചത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മേശ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇതൊക്കെ ഞാൻ എഴുതി പഠിച്ച ബുക്കുകളാണ് കേട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നത്. കാലകാലങ്ങളായിട്ട് എൻ്റെ സ്റ്റഡി ടേബിൾ ഇരുന്ന ഷീറ്റാണ് കേട്ടോ, അതൊന്ന് അലക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ +1 നോട്ട്ബുക്കും കാര്യങ്ങളെല്ലാം ഞാൻ ടേബിളിൻ്റെ അടിയിലേക്ക് മാറ്റി. ഇത് എഴുതി തീർന്ന ബുക്കാണ് ഇത് ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് +1 നമ്മുടെ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചു. ആ സമയം കൊണ്ട് ഷീറ്റ് ഉണങ്ങി കിട്ടിയിട്ടോ, അത് വിരിച്ചു. അപ്പോൾ എൻ്റെ +1 ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ കളർഫുള്ളാക്കി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളൂ. ഇനി അത് വേസ്റ്റ് ബോട്ടിലേക്ക് നൈസായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ഒതുക്കി പറക്കി വെച്ചാൽ മതി. നമുക്ക് എഴുതാനുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ പേന വെറുതെ ഷോയ്ക്ക് വെക്കുന്നതാണ്, എഴുതാനുള്ളതൊന്നുമല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുക്കി പറക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. എത്ര കാലം ഇങ്ങനെ കിടക്കും നല്ല ലെറ്റ്സ് സീ.